ആണുങ്ങൾ, കർത്താണുങ്ങൾ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല ഒരു മുദേവി അല്ലേ? കർത്താളുകൾ ആണുങ്ങൾ നൃത്തം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നൃത്തം മഹാരാസലീലയാണ്. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, നവരസങ്ങളെ വിധേയമാക്കിക്കൊണ്ട് ലീലയാടി. അതാ രസങ്ങളുടെ ലീലയാ രാസലീല. ആര്? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൃഷ്ണമൃഗം, കറുത്തമാൻ, കൃഷ്ണനിറം, കറുത്ത നിറം, കൃഷ്ണ കറുത്ത. കൃഷ്ണപക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ? ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഇല്ലേ? വെളുത്ത പക്ഷത്തിന് ശുക്ലപക്ഷമെന്നും കറുത്ത പക്ഷത്തിന് കൃഷ്ണപക്ഷവും എന്ന് പറയും. കൃഷ്ണൻ കറുത്തവൻ, കറുത്തവനാ കൃഷ്ണൻ. നമ്മളത് പിന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നീലിയാക്കിയതാ. മനസ്സിലായോ? കറുത്തവനാണ്, കാർമേഘവർണ്ണനാണ്. ആ കറുത്ത കൃഷ്ണന്റെ ഡാൻസ് അല്ലേ ഏറ്റവും വലിയ ഡാൻസ്? എന്നിട്ട് കറുത്ത ആണുങ്ങൾ ഡാൻസ് ചെയ്യാൻ പാടില്ല. വീടുന്ന ബന്നിനോരോ ആലോചിച്ചോക്കൂ. ആ കൃഷ്ണൻ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്ത കണ്ണനെ സൃഷ്ടിച്ചതാരാ? കണ്ണൻ ഓടക്കുഴലും എടുത്തിട്ട് യമുനാ നദിയുടെ തീരത്തു നിന്ന് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടും നേരം പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തിയപ്പോ എന്താ കണ്ണാ പാട്ട് നിർത്തിയേന്ന് ചോദിച്ചു. ആര്? അമ്മ യശോദ. അതിന് കണ്ണൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അമ്മേ, ഈ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത്? നിങ്ങളോടാ നിങ്ങളുടെ മക്കൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ എന്താ മറുപടി പറയാ? ഓളങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന്. ചെക്കൻ എന്നപ്പ നിന്റെ തലക്ക് ഓളം ഉണ്ടോ? എനിക്ക് വേറെ പഠിക്കാനൊന്നും ഇല്ലടാ, തീർന്നു, അതിനോടെ ഫുൾ സ്റ്റോപ്പായി. എന്നാൽ അതിന് മറുപടിയായിട്ട് യശോദ പറഞ്ഞു കൊടുത്തത്, നിന്റെ ഓടക്കുഴല് വിളി കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലടാ കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് നമുക്ക് സർഗാത്മകതയുള്ളൊരു ദൈവത്തെ, പുഴയെ സ്നേഹിക്കുന്ന കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായി സമരം ചെയ്ത ഒരു കണ്ണനെ നമുക്ക് തന്നത് ആ അമ്മയാണ്.